ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്. അതായത് എങ്ങനെയാണ് ലോവസ്റ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരാളിൽ നിന്നല്ല ഒരു വെൻഡറിൽ നിന്നല്ല സാധനങ്ങൾ വാങ്ങാറ്. അതേസമയം നമ്മൾ ഒരുപാട് വെൻഡേഴ്സിൽ നിന്ന് പ്രൈസ് ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കാറ് അല്ലേ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൈസ് കമ്പയർ ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റ ഒന്ന് പരിചയപ്പെടാം. അതായത് 4 വെൻഡേഴ്സിനെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. വെൻഡർ 1, വെൻഡർ 2, വെൻഡർ 3, വെൻഡർ 4. അതായത് 4 സപ്ലയേഴ്സാണ് ഈ ഐറ്റംസ് ഒക്കെ തന്നെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഐറ്റംസ് എന്ന് പറയുന്നത് ആപ്പിൾ, ബനാന, ബ്രൊക്കോളി, ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർ എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റി ആണ്. അതായത് ആപ്പിൾ 10 kg ആണ് ഉദ്ദേശിക്കുന്നത്, ബനാന 15 kg. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് പ്രൈസ് അതായത് 1 കിലോ ആപ്പിളിന് 130 rupees ആണ് ഫസ്റ്റ് വെൻഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് വെൻഡറിൻ്റെ കംപ്ലീറ്റ് പ്രൈസുമാണ് ഇവിടെ കിടക്കുന്നത്. മനസ്സിലായോ? അടുത്തതായിട്ട് നമ്മളിവിടെ കാണാൻ പോകുന്നത് ടോട്ടൽ പ്രൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. ദെൻ യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 1300 ആണ് നമ്മുടെ 10 kg ആപ്പിളിൻ്റെ വില. ഇനി നമ്മൾ ഈ ഫോമുല ഒന്ന് താഴേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റത്തിൻ്റെയും കൂടി ടോട്ടൽ പ്രൈസ് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ വെൻഡർ 1ൻ്റെ ടോട്ടൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വെൻഡർ 2 ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ടോട്ടൽ പ്രൈസ് കാണണം. യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. വേണ്ട. ഇനി ഇതൊന്ന് താഴേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇനി എല്ലാ വെൻഡേഴ്സിൻ്റെയും ടോട്ടൽ പ്രൈസ് കാണാം. അതായത് ഇനി 3ഉം 4ഉം കൂടിയാണുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ 4 വെൻഡേഴ്സിൻ്റെയും ടോട്ടൽ പ്രൈസ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പക്ഷേ നമ്മൾ ഒരിക്കലും ടോട്ടൽ പ്രൈസ് യൂസ് ചെയ്തിട്ട് ലോവസ്റ്റ് വെൻഡറിനെ കാണാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെ അടുത്തു നിന്നും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. വെൻഡർ 1ൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ 10 kg ആണെങ്കിൽ വെൻഡർ 2-ലെത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക ഒരു 15 kg ആയിരിക്കും, അല്ലെങ്കിൽ 5 kg ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ടോട്ടൽ പ്രൈസ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. എന്തെടുക്കുക, പകരം യൂണിറ്റ് പ്രൈസ് എടുത്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് 2 ആണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് കോപ്പി ചെയ്തിടുകയാണ്. അത് ഞാൻ ഐറ്റംസ് കോപ്പി ചെയ്യുകയാണ്. Ctrl+C. ദെൻ ഷീറ്റ് 2-ൽ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ സാധാരണ പേസ്റ്റ് ചെയ്യുന്ന പോലെ Ctrl+V അല്ല പ്രസ് ചെയ്യേണ്ടത്, പകരം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ പേസ്റ്റ് സ്പെഷ്യലിലേക്ക് പോയിട്ട് പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോളാ, കണ്ടോ ഞാനിവിടെ അതിൻ്റെ ലിങ്കാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷീറ്റ് 1-ൽ പോയിട്ട് ഈ ക്യാരറ്റ്സിനെ മാറ്റിയിട്ടൊന്ന് ക്യാബേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാബേജ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഷീറ്റ് 2-ൽ എന്തായി നോക്കാം. കണ്ടോ, ക്യാബേജ് വന്നിട്ടുണ്ട്. ക്യാരറ്റ് മാറിയിട്ട് ഇവിടെയും ക്യാബേജ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷീറ്റ് 1-ൽ എന്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഷീറ്റ് 2-ലും കൂടി അപ്ഡേറ്റഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റ്സ് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കോപ്പി ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് പ്രൈസ് ആണ്. യൂണിറ്റ് പ്രൈസ് കോപ്പി ചെയ്യുന്നു. Ctrl+C. ദെൻ ഷീറ്റ് 2-ൽ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്, പേസ്റ്റ് ലിങ്ക്. ഓക്കെ, അങ്ങനെ എല്ലാ വെൻഡേഴ്സിൻ്റെയും യൂണിറ്റ് പ്രൈസ് ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 വെൻഡേഴ്സിൻ്റെയും യൂണിറ്റ് പ്രൈസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, യൂണിറ്റ് പ്രൈസ്. അതുപോലെ തന്നെ ഇവിടെ വെൻഡർ 1. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ അപ്ലൈ ചെയ്യാം. ദെൻ ബോൾഡ് ആക്കുന്നു. ഫിൽ കളർ യൂസ് ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ലീസ്റ്റ് പ്രൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് സെല്ലിൽ അപ്രൂവ്ഡ് വെൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിന് നമുക്കൊന്ന് ബോർഡർ കൊടുക്കാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ഷീറ്റിലാണ് നമ്മൾ ലീസ്റ്റ് പ്രൈസും അതേപോലെ തന്നെ വെൻഡേഴ്സിനെയും അപ്രൂവ്ഡ് വെൻഡറിനെയും കണ്ടുപിടിക്കാൻ പോകുന്നത്. ലീസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം ഇതിൽ ആരാണെന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മിൻ എന്നുള്ള ഫംഗ്ഷനാണ്. ദെൻ നമ്മൾ ഈ 4 വെൻഡേഴ്സിൻ്റെയും യൂണിറ്റ് പ്രൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പാരന്തസിസ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് പ്രൈസ് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇതൊന്ന് ബാക്കി സെല്ലിലേക്കും കൂടി കോപ്പി ചെയ്ത് കൊടുക്കാം. ഉണ്ടാവും എല്ലാത്തിൻ്റെയും മിനിമം പ്രൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് അപ്രൂവ്ഡ് വെൻഡർ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
2 മെത്തേഡ് ഞാനിവിടെ പറയാം. ഒരുപാട് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ ഈസി അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് ആൻഡ് മാച്ച് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോളം ടു റിട്ടേൺ എ വാല്യൂ ഫ്രം എന്നുള്ളതാണ്. അതായത് ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ആ ഒരു കോളം കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഈക്വൽ ടു ഇടുന്നു, ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, വരുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കോളം ടു റിട്ടേൺ എ വാല്യൂ ഫ്രം എന്നുള്ളതാണ്. അതായത് നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. വെൻഡർ 1 മുതൽ വെൻഡർ 4 വരെ അല്ലേ, ഏത് വെൻഡർ ആണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കയ്യോടെ തന്നെ നമ്മൾ $സൈൻ ഇട്ട് കൊടുക്കണം. കാരണം എന്താണ്, അതായത് നമുക്ക് ഈ ഒരു റോ വിട്ടിട്ട് എവിടെയും ഇത് പോകാൻ പാടില്ല, അവിടെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ, താഴേക്കൊന്നും പോകരുത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അബ്സല്യൂട്ട് റെഫറൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ കീയും F4 കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. ദെൻ കോമ ഇടുന്നു. അതിനുശേഷം നമ്മൾ മാച്ച് ആണ് യൂസ് ചെയ്യുന്നത്. MAT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ലീസ്റ്റ് പ്രൈസ് ആണ് അല്ലേ, ഇതിനെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ലീസ്റ്റ് പ്രൈസ് എവിടെയാണ് ഉള്ളതെന്ന് അല്ലേ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കോമ ഇടുന്നു. അടുത്ത ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് കോളം ടു ലുക്കപ്പ് എഗെയിൻസ്റ്റ്. അതായത് ഏത് കോളത്തിലാണ് ഇതിൻ്റെ വാല്യൂനെ നോക്കേണ്ടത്. ഈ വെൻഡർ 1 മുതൽ വെൻഡർ 4 വരെ നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കോമ ഇട്ട് കൊടുക്കുക. ഇനി ഇടേണ്ടത് 0 ആണ്. അതായത് എക്സാക്റ്റ് മാച്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. ദെൻ 2 പാരന്തസിസ് ആണ് ക്ലോസ് ചെയ്യേണ്ടത്. ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഉണ്ടോ, വെൻഡർ 3 ആണ് നമുക്കിവിടെ ലീസ്റ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡർ എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ വെൻഡർ 3 ആണ് $90 കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് താഴേക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, എല്ലാ സെൽസിലേക്കും നമുക്ക് വേണ്ട വെൻഡർ, അതായത് അപ്രൂവ്ഡ് വെൻഡേഴ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഒന്നുകൂടി. വെൻഡർ 4 ആണോ ഇവിടെ എന്നുള്ളത്. വെൻഡർ 4 29 ആണ്. ഇവിടെയും വെൻഡർ 4 29 ആണ്. ദെൻ വെൻഡർ 2 ആണ് ഇവിടെ, നോക്കാം. 52 കണ്ടോ, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ മറ്റൊരു രീതിയിലും കൂടി ചെയ്യാം. അതായത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് XLookup ഉണ്ടെങ്കിൽ XLookup യൂസ് ചെയ്തിട്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. XLookup ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച് ആദ്യം പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും XLookup ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലുക്കപ്പ് വാല്യൂ ഒന്ന് സെലക്ട് ചെയ്യുക. 90 ആണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ. ദെൻ കോമ ഇടുന്നു. ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഇതാണ്, വെൻഡർ 1 മുതൽ വെൻഡർ 4 വരെ. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും കോമ ഇടുക. ദെൻ റിട്ടേൺ അറേ എന്ന് പറയുന്നത് ഈ വെൻഡർ 1 മുതൽ വെൻഡർ 4 വരെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഫംഗ്ഷൻ കീയും F4 യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇത്രയാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാരന്തസിസ് ക്ലോസ് ചെയ്യാം, എൻ്റർ കീ പ്രസ് ചെയ്യാം. കണ്ടോ, വെൻഡർ 3 എന്ന് വന്നു കഴിഞ്ഞു. താഴേക്കുള്ള സെൽസിലേക്കും കൂടി നമുക്ക് ഫോർമുല ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് ഫംഗ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ലീസ്റ്റ് വെൻഡറിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഷീറ്റ് 1 പോയിട്ട് ഇത് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി ചെയ്യുക, Ctrl+C. ദെൻ ഷീറ്റ് 1 പോയിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റ് പ്രൈസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ വെൻഡർ 4 ആണ് നമുക്ക് ലീസ്റ്റ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് 49 ആക്കുന്നു. അപ്പോൾ ഇത് ചേഞ്ച് ആവുമോ എന്ന് നമുക്ക് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ ഇവിടെ വെൻഡർ 3 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെൻഡർ 3 33 ആണ്. അപ്പോൾ വളരെ കറക്റ്റായിട്ട് വെൻഡർ 3നെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷീറ്റിലും വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും. കണ്ടോ, വെൻഡർ 3 ആണ്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ മുഴുവനും നടക്കുന്നത് ഇവിടെയാണ്. ദെൻ ഈ ഷീറ്റിലേക്ക് അത് നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നു എന്ന് മാത്രം, മനസ്സിലായോ. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിലും അത് 2 ഷീറ്റിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളെ പേജ് സ്പെഷ്യലിൻ്റെ ഒരു ട്രിക്ക് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.